അതിനു മുൻപ് ശ്രീ MS വേണുഗോപാൽ, നിപ്പ ആവർത്തിക്കപ്പെടുന്നു, കോളറ കുറച്ച് പടർന്ന് അത് തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ ഇരിക്കുന്ന ഈ ജില്ലയെ തന്നെ ആശങ്കപ്പെടുത്തിയിട്ട് പോയിട്ടേ ഉള്ളൂ, പോയോ ഇല്ലയോ ഒന്നും പോലും അറിയില്ല. അതിനിടയിലാണ് കോവിഡ് കേസുകൾ കൂടുന്നത്. അത് നമ്മൾ വാക്സിനേറ്റഡ് ആണ്, സുസജ്ജമാണ്, പ്രൈവറ്റ് സെക്ടറും ഇതിനൊപ്പമുണ്ട് എന്നെല്ലാം പറയുന്നിടത്ത് ആശങ്കപ്പെടേണ്ട എന്നുള്ളൊരു സാഹചര്യമല്ല ഉള്ളത് എന്ന് അടൂർ P. കൃഷ്ണദാസ് പറയുമ്പോൾ ഇത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയവാദമല്ല, ഇത് കൂടുതൽ ജാഗ്രത വേണ്ടതാണ് എന്ന് താങ്കളടക്കമുള്ളവരും കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ ഡോക്ടർ സന്തോഷ് പറഞ്ഞ പോലെ കേരളം മികച്ച ഒരു ആരോഗ്യ സംരക്ഷണ മേഖലയുള്ള സംസ്ഥാനമാണ്. പക്ഷേ അവിടെ ഏറ്റവും നല്ല ഡോക്ടർമാരുള്ളത് കേരളത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. PSC നിന്ന് വരുന്ന ഡോക്ടർമാരെല്ലാം ഉന്നത നിലവാരം പുലർത്തുന്നവരാണ്. നമ്മുടെ ജില്ലാ ഹോസ്പിറ്റൽ മാത്രമല്ല, താലൂക്ക് ഹോസ്പിറ്റൽ ഏതാണ്ട് 78 താലൂക്ക് ഉണ്ടെങ്കിൽ ആ 78ലും താലൂക്ക് ഹോസ്പിറ്റലുകളുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളുണ്ട്, പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾ വേറെയുണ്ട്. അപ്പോൾ ഇങ്ങനെ സംവിധാനങ്ങൾ നമുക്ക് വലുതാണ്. പക്ഷേ ഈ സംവിധാനങ്ങൾ പ്രോപ്പറായി ചലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എഫിഷ്യൻ്റായ ഡോക്ടർ പല ഹോസ്പിറ്റലുകൾ ബെഡ് കപ്പാസിറ്റി ഏതാണ്ട് താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ ഏതാണ്ട് 75ഓളം ബെഡുകൾ മിക്ക സ്ഥലങ്ങളിലുമുണ്ട്. ഇതെല്ലാം ഇരിക്കവേ നമ്മുടെ സിസ്റ്റം ഫങ്ഷനിങ് കറക്റ്റാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ആൾക്കാരുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നു, ആൾക്കാർക്ക് ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നു, അതുപോലെ തന്നെ ജെറിയാറ്റിക് പ്രശ്നങ്ങൾ വളരെയധികമുണ്ട്. പല വിധത്തിലുള്ള പനികൾ, അജ്ഞാത പനികൾ വരെ നമ്മുടെ സംസ്ഥാനത്ത് കൂടി വരുന്നു. ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ആരോഗ്യം താഴോട്ട് പോകുന്നു എന്നുള്ളതാണ്. ആ സത്യം നമ്മൾ മറച്ചു വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയാണോ അത് ആരോഗ്യ മേഖലയുടെ വിഷയമാണോ എന്നുള്ള ഡിബേറ്റബിൾ ചോദ്യമാണ്. അത് രണ്ടുമുണ്ട്. ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത് നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളാണ്, സർക്കാരിൻ്റെ ഡോക്ടർമാരും അതിൻ്റെ സംവിധാനവുമാണ്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിക്കൽ സിസ്റ്റമുണ്ട്, നമുക്കിപ്പോൾ ഓരോ വീടുകളിൽ വരെ വന്ന് ചികിത്സിക്കുന്നതിന് ആശാവർക്കർമാർ വരെയുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ എന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് ഈ വിധത്തിൽ എന്തുകൊണ്ടാണ് പനി വരുന്നത്? പനി വരുന്നത് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. ഈ പനി വന്ന് നമുക്ക് മരണം സംഭവിക്കുന്നെങ്കിൽ അത് പനി വരുന്നത് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട്, പനി വന്ന് മരണം സംഭവിക്കുന്നെങ്കിൽ അത് ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അതിനെന്ത് സംവിധാനമാണ് നമ്മൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ സന്തോഷിനെ പോലുള്ളവർ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡോക്ടർമാരിൽ ഒരാളാണെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനെ പോലെ നൂറുകണക്കിന് ഡോക്ടർമാർ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ടും മറ്റു പലരിൽ നിന്നും ഉള്ള അനുഭവം കൊണ്ടും ഞാൻ ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരാളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ കുറ്റപ്പെടുത്തിയല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് അപാകതകളുണ്ട്. ആ അപാകതകൾ ഒന്ന് എന്ന് പറയുന്നത് ക്രൗഡിങ് ഓഫ് പേഷ്യൻസാണ്. ഓരോ ഹോസ്പിറ്റലിലും അനാവശ്യമായ ക്രൗഡിങ് ഉണ്ടാകുന്നു. അതുകൊണ്ട് ഡോക്ടർക്കും അവിടുത്തെ സംവിധാനങ്ങൾക്കും പ്രോപ്പറായിട്ട് അവരെ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ റെസിഡൻസ് അസോസിയേഷനുകളിൽ സംസ്ഥാനത്തെയും ജില്ലയിലെയും ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് വളരെയധികം നാളുകളായിട്ട് സർക്കാരിന് 90കൾ മുതൽ ഞങ്ങൾ കൊടുക്കുന്നൊരു നിവേദനമാണ് കൺസൾട്ടിങ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ് എല്ലാ സ്ഥലത്തും വേണം. ഇതിപ്പോൾ നമ്മുടെ ആളുകൾ നേരെ ഞാൻ ഇടപെട്ട് പറയുന്നത്, നേരത്തെ ഡോക്ടർ സന്തോഷ് കുമാർ പറഞ്ഞതുപോലെ ഇതാ 2020 കാലഘട്ടം പോലെയല്ല. ഇത് പ്രൈവറ്റ് ആശുപത്രികൾ റെഫർ ചെയ്യുക, മടക്കുക എന്നുള്ളൊരു സാഹചര്യം ഇപ്പോഴില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ സുശക്തമായിട്ടുള്ള ഒരു ബാക്കപ്പ് ഇവിടെ ഉണ്ട്. കേരളത്തിലെ പ്രൈവറ്റ് ബാക്കപ്പ് ഉണ്ട്. പക്ഷേ ആ ബാക്കപ്പ് നമ്മുടെ ആൾക്കാർക്ക് ഗുണകരമായി ഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഗവൺമെൻറ് സെക്ടറിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഗവൺമെൻറ് സെക്ടറിൽ ഒരു പല്ല് പറിക്കുന്നതിന് 10 രൂപയാണ്. അതേസമയം പ്രൈവറ്റ് സെക്ടറിലേക്ക് നിന്ന് 500 മുതൽ 1000 രൂപ വരെയാണ് ഇതിന് ചിലവാകുന്നത്. അപ്പോൾ സാധാരണക്കാരനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണ്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇപ്പം നമുക്ക് ഒരു സ്ക്രീനിങ് വെക്കേണ്ടതാണ്. ഡയഗ്നോസ്റ്റിക് സെൻറ്റർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 78 താലൂക്കിലും ഒരു ഡയഗ്നോസ്റ്റിക് ആൻഡ് കൺസൾട്ടിങ് സെൻറ്റർ സർക്കാരിന് തുടങ്ങാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അവിടുന്ന് ആവശ്യമുള്ള അവർ വെറുതെ ഒരു 100 രൂപ കൺസൾട്ടിങ് ഫീസ് വെച്ചാൽ പോലും ആർക്കും അത് താങ്ങാൻ പറ്റാത്തതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഗവൺമെൻറ് യാതൊരു ബാധ്യതയുമില്ലാതെ ടെമ്പററി ആയിട്ട് വേണമെങ്കിൽ ഡോക്ടർമാരെ എടുത്തുകൊണ്ട് വരെ അത്തരം സെൻറ്ററുകൾ നടത്തിക്കാവുന്നതാണ്. ഇതെല്ലാവരും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു, എല്ലാവരും ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്നു. ജില്ലാ ആശുപത്രി തന്നെ പോകില്ല, എല്ലാവരും കഴിയുന്നത് മെഡിക്കൽ കോളേജിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഈ വിധത്തിൽ നമ്മുടെ സിസ്റ്റം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ നമ്മൾ തന്നെ ഡിസോർഗനൈസ്ഡ് ആക്കുന്നു. ആ സംവിധാനം മെച്ചപ്പെടുത്താൻ ആരോഗ്യ വകുപ്പിൽ ശരിയായ രീതിയിലുള്ള
ഒരു ശ്രദ്ധ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇത് പരിഹരിച്ചാൽ തന്നെ നമുക്ക് പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആൾക്കാർക്ക് ആരോഗ്യം എന്ന് പറയുന്നത് മരുന്ന് മാത്രമല്ല, അതിനുപരിയായിട്ട് ദിനചര്യ, വ്യായാമം, ഇത്തരം കാര്യങ്ങൾ നിഷ്കർഷിക്കാൻ നമ്മുടെ ഹെൽത്ത് സെൻ്ററുകൾ മാത്രമല്ല സ്കൂളുകൾ, കോളേജുകൾ ഉൾപ്പെടെ അതിന് സജ്ജമായില്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രോബ്ലം കൊണ്ട് തന്നെ നമ്മുടെ പനി, ഈ പറഞ്ഞ പോലെ പനി വന്നാൽ മരിച്ചു പോകുന്ന അവസ്ഥ കേരളത്തിലേ അധികം ഉള്ളൂ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വരണമെങ്കിൽ നമുക്ക് ഹെൽത്ത് വേണം. ആ ഹെൽത്ത് ഉണ്ടാകുന്നതിനായിട്ടുള്ള പരിരക്ഷകൾ നമ്മുടെ സംവിധാനങ്ങളിൽ കുറവാണ് എന്നുള്ളത്. ഞാൻ തിരികെ എത്താം. ഡോക്ടർ എസ് എസ് ലാലും നമുക്ക് ചേരുന്നു. ഡോക്ടർ എസ് എസ് ലാൽ,